അപ്പോൾ ഗായ്സ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ വെച്ചാൽ അടിപൊളി ലവ് സ്റ്റോറി. ലവ് ചെയ്യാത്ത ആളായിട്ട് ആരുമില്ല, അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ലവ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആൾ ഒരുപാടുണ്ട്. എന്നാൽ കല്യാണം കഴിച്ചിട്ടും പിന്നെയും പ്രണയിക്കുന്ന ആൾ, വേറെ പെണ്ണിനെ നോക്കിയിട്ട് ലവ് ചെയ്യുന്ന ആൾ, അതും എത്രയോ ഉണ്ട്. അതൊക്കെ അവരവരുടെ ഇഷ്ടം അല്ലേ ഗായ്സ്. അതെന്തോ ആയിരിക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ പറയുന്ന അടിപൊളി ലവ് സ്റ്റോറി ഗായ്സ്. ആരും കണ്ടാൽ ഇങ്ങനെയൊക്കെ ഒന്ന് സ്നേഹിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ മുന്നോട്ടേക്ക് എന്നും പോകണമെന്ന് കൊതിച്ചു പോകുന്ന രീതിയിലുള്ളൊരു പ്രണയം ഉണ്ടായി എനിക്ക് ഞാൻ അറിയുന്നത്. അപ്പോൾ വെച്ചാൽ പെണ്ണും ചെക്കനും സ്കൂളിൽ നിന്നാണ് ലവ് സ്റ്റാർട്ട് ചെയ്തത്. ഹയർ സെക്കൻഡറിയിൽ വന്നതാണ്. +1 +2 ആൾ വന്നു. പെണ്ണ് 10th അച്ചു എന്ന പെൺകുട്ടീൻ്റെ പേര്. ചെക്കൻ ശ്രീയാണ്. ശ്രീൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, അച്ചുവിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അവരെ പെറ്റ് നെയിമാണ് ഇത് രണ്ടും. അപ്പം ഭയങ്കര പ്രണയമാണ്. ചെക്കൻ്റെ റിലേറ്റീവ് എൻ്റെ വീട്ടിൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പം ചെക്കനായിട്ട് എനിക്ക് അറിയാം. അങ്ങനെയുള്ള ഒരു അടിപൊളി ലവ് സ്റ്റോറി. കാരണം വെച്ചാൽ ആ റിലേറ്റീവ് തന്നെ പറയുന്നുണ്ടായി, ഇവർക്ക് സമയമാകുമ്പോൾ ഇവർ രണ്ടാളെയും തന്നെ ഒരുമിപ്പിച്ച് കൊടുക്കും. അതിന് തയ്യാറായിട്ട് സമ്മതിച്ച് നിൽക്കുകയാണ് അവർ രണ്ടാളും. അതുകൊണ്ട് അവരെ വൈക്ക് വിട്ടിട്ടുണ്ടെന്ന്. അത്രയും അതിഗംഭീര പ്രണയം. ഇവരെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സും ഇൻ്റർവെല്ലിൽ വരുമ്പോൾ അച്ചുവിൻ്റെ കണ്ണിൽ ശ്രീനെ തപ്പുക ചെയ്യുക. എവിടെ ശ്രീ അച്ചു എവിടെ അങ്ങനെയുള്ളൊരു രീതിയിലായിരുന്നു അവർ ഇൻ്റർവെല്ലെല്ലാം പോക്കും. അവർക്ക് കാണണം. ആര് പിടിച്ചാലും, ആരെന്ത് പറഞ്ഞാലും, ഇനി പാരൻസിനെ വിളിച്ച് എന്തൊക്കെ ലേള ഉണ്ടാക്കിയാലും അവർക്ക് കാണണം, അവർക്ക് സംസാരിക്കണം. അവർക്ക് എന്ത് പറഞ്ഞാലും എത്ര പറഞ്ഞാലും അവർക്ക് തീരൂല. അങ്ങനെയുള്ളൊരു പ്രണയം എവിടെയും. അപ്പോൾ അവസാനം സാറും ടീച്ചേഴ്സും ഇൻ്റർവെൽ വന്നാൽ ഇവരെ രണ്ടാളെ മാത്രം നോക്കിയിട്ട് നിൽക്കും. ഇവരെ എവിടെ പോകുന്നു അങ്ങനെയൊക്കെ ഇവരെ ശരിക്കും പറഞ്ഞാൽ ഫുൾ ഇവരെ വാച്ച് ചെയ്തിട്ട്. എന്നാൽ ഈ സാറുമാരൊന്നും ഇവർക്ക് വലിയ കാര്യമില്ല. കാരണം ഒന്ന് പറഞ്ഞാലും ഇവർ അനുസരിക്കില്ല. ഇവർ രണ്ടാൾക്കും എപ്പോഴും ഇവർ വേണം. ആ ഒരു രീതിക്കുള്ള പ്രണയം. അവർ വെടക്കായിട്ട് അങ്ങനെ ഞാൻ പറയുന്നില്ല. അവർ ആ ഒരു രീതിക്കൊന്നും അവർ വേണ്ടാതൊന്നും കളിച്ചിട്ടും അറിഞ്ഞിട്ടും ഒന്നുമില്ല. അതുകൊണ്ട് അതെനിക്ക് ചേർത്ത് പറയാൻ കഴിയില്ല. പക്ഷേ ഇഷ്ടങ്ങൾ നമ്മൾ അങ്ങനെ കുറച്ച് സെക്സി ആയിട്ട് നിന്നാലേ അതേ ലവ് എന്ന് പറയുന്ന ആ ഒരു രീതിക്ക് ഞാൻ എന്തായാലും പോകുന്നില്ല. കാരണം വെച്ചാൽ ലവ് എന്ന് പറയുന്നത് അത് ലവ് തന്നെയാണ്. സെക്സ് റിലേഷൻ വേറെ, ലവ് ചെയ്യുന്ന സമയത്ത് ഡീസൻറ്റ് ലവ് അങ്ങനെ പറയാം. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരും നിന്ന് കൊടുക്കും, അത് വേറെ. അപ്പോൾ ഗായ്സ്, അങ്ങനെ ഈ പാരൻസിന് ടീച്ചേഴ്സിന് മനസ്സിലായി എത്ര പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവർക്ക് ചർച്ചയിലിട്ടിട്ട് ഇവരെ ടൈം വേസ്റ്റ് ആകുകയാണ്. സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ എല്ലാം ടൈം വേസ്റ്റ് ആകുക. പിന്നെ ഇവരെ ടീച്ചേഴ്സിൻ്റെ സാറിൻ്റെ കണ്ണ് ഇവരെ നേർക്ക് മാത്രം കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇവർക്ക് ആകെ ഒരുമാതിരി ടീച്ചേഴ്സിനൊന്നും തീരുമാനിച്ചിട്ട് ആവുന്നില്ലാത്തൊരു കളിയിലെത്തിയപ്പം പാരൻസിനെ മാത്രം വിളിച്ച് രണ്ട് പാരൻസിനെയും തമ്മിൽ ഇവർ ടീച്ചേഴ്സും കൂടി സംസാരിച്ചു. രണ്ടാളും കുഴപ്പമില്ലാതെ പഠിപ്പിച്ചിട്ടാണ്. രണ്ടാളും നല്ല ഈക്വൽ റേഞ്ച് ലെവലിലുള്ള പ്രശ്നമില്ലാത്ത, അത്യാവശ്യം പൈസയൊക്കെ ഒരേ ലെവലിലുള്ള ആൾക്കാരാണ്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക്. അങ്ങനെയൊക്കെ ഇവരുടെ ടീച്ചേഴ്സ് പാരൻസിന് വിട്ടുകൊടുത്ത്, പാരൻസ് ചർച്ച ചെയ്തിട്ട് സമയമാകുമ്പോൾ ഇവരെ രണ്ടാളെയും ഒരുമിച്ച് കെട്ടിച്ച് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നുള്ള രീതിക്ക് വാക്ക് കൊടുത്തു. അതിൻ്റെ പേരിൽ ഒന്നുകൂടി അച്ചുവും ശ്രീയും ഒന്നുകൂടി ഡീപ്പായി നല്ല പ്രണയം. അത് അവരെ പറയാനില്ല, അതങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെയൊക്കെ കണ്ണ് വെച്ചിട്ടുണ്ടോ അറിയില്ല. പഠിച്ചോനെ, ഞാനൊന്നും അങ്ങനെ അവർക്കൊന്നും പറ്റാൻ വേണ്ടിയിട്ടൊന്നും കണ്ണ് വെച്ചിട്ടില്ല. അങ്ങനെയാണ്. പക്ഷെ ആരും ആഗ്രഹിച്ചു പോകും. അങ്ങനെയൊക്കെ പ്രണയിക്കണം, അങ്ങനെയൊക്കെ ജീവിതാവസാനം വരെ അങ്ങനെ ജീവിക്കണം. ആരല്ലേ സത്യം പറഞ്ഞാൽ നമ്മളൊന്ന് സ്നേഹിച്ച് കഴിഞ്ഞാൽ റിയൽ ലവ് ആണെങ്കിൽ അത് അങ്ങത്തോളം പോകണം. അതിലൊരു പ്രത്യേക സുഖമാണ്. അത് വളരെ നൈസായിട്ട് അങ്ങനെ ഊരിപ്പോവും ലൈഫ്. അതങ്ങനെയാണ്. അങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്ന എത്രയോ ആൾക്കാരുണ്ട്. പിന്നെ ഇവർ ചർച്ചയിലിട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഇവർ ശരിക്കും പഠിത്തത്തിലോട്ടേക്ക് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ പഠിച്ച് +2 നല്ല മാർക്ക് വാങ്ങിച്ചു. ഡിഗ്രിക്ക് പോയി. ഡിഗ്രിക്ക് ശ്രീ നല്ല മാർക്ക് വാങ്ങിച്ചു. MBA കഴിഞ്ഞു. പെട്രോൾ പമ്പിൽ പോയി. പെട്രോൾ അടിച്ച് ഇറങ്ങുന്ന സമയത്ത് ഒരു വണ്ടി അടിച്ചു. ശ്രീ അപ്പം തന്നെ മരിച്ചുപോയി. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെ പഠിച്ച റബ്ബിനോട് നമ്മൾ ഇത്രയും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇത്രയും വേണോ,
അങ്ങനെയൊക്കെ അത്ഭുതപ്പെട്ട് ചോദിച്ചു പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വേണ്ടേനു, എന്തിനാ ആ പാവത്തിനെ ചെയ്തേ, അങ്ങനെയൊക്കെ അന്നത്തെ ആ ഒരു അറിഞ്ഞ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഷോക്കായി പോയിട്ടുണ്ടായി. അങ്ങനെ അച്ചുവിന് സുഖമില്ലാണ്ടായി, കുറച്ച് മാനസികമായിട്ട് പ്രശ്നമായി. അങ്ങനെ കുറേ വർഷം നോക്കി കുറച്ച് എന്തൊക്കെയോ പ്രശ്നമായി, ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു. ആൾക്ക് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം ഉണ്ട്. ആ ഒരു രീതിക്ക് തന്നെ ആൾ പിന്നെ കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആളിപ്പം മൈസൂരിലാണ്. ആൾ കല്യാണമൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു ഒരു ഹാഫ് മെൻ്റൽ പോലെ ആയി മാറിയ ഒരു അച്ചു ഉണ്ടായി. അച്ചുവിൻ്റെ കഥ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ലോകത്ത് ഞാൻ എൻ്റെ ഈ ഒരു ഇത്രയും വർഷമായിട്ട് ഞാൻ വേറൊരാളെയും ഇങ്ങനെ ഒരു പ്രണയം കണ്ടിട്ടില്ല. കാരണം അത്ര നല്ല സൂപ്പറാണ് രണ്ടാളും. അവരെ മൈൻഡാണ്, അവരാരെയും വേദനിപ്പിക്കില്ല, അവർക്ക് അതിന് കഴിയില്ല, അവർക്ക് സ്നേഹിക്കാനേ കഴിയും. അത് പാർട്ട്ണറായിട്ട് ഒരാളെയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാവരോടും ഈക്വൽ സ്നേഹമാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ, അസ്സലാമു അലൈക്കും.